സാധാരണ വർഷത്തിൽ നാട്ടിൽ പോകുന്ന ഒരു മനുഷ്യൻ ഇപ്രാവശ്യം വന്നിട്ട് 2 വർഷമായിട്ട് നാട്ടിൽ പോകുന്ന ഒരു ചിന്തയില്ല. ഫുൾ ടെൻഷനിലാണ്. ഇപ്പോൾ ഏകദേശം 2.5 വർഷമാകാനായി. അപ്പോൾ നാട്ടിൽ പോകുന്ന വിഷയം പറഞ്ഞപ്പോൾ എനിക്കിപ്പം പോകാൻ പറ്റില്ല, വേറെ ആരെങ്കിലും നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പോടുന്നില്ല ഷോപ്പിൽ നിന്ന്. ഇപ്പോൾ എന്താ വിഷയം എന്നറിയാം. ഇവൻ ഫുൾ ടെൻഷനിലാണ്. ഇപ്പോൾ പഴയതുപോലത്തെ സന്തോഷം കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തോടെ ജീവിച്ചൂടെ, പോടുന്നത്. നാട്ടിലൊക്കെ ഒന്ന് വിളിച്ച് ഫുള്ളൊന്ന് എൻജോയ് ചെയ്യും, മക്കളോടും വൈഫിനോടൊക്കെ സംസാരിച്ചാൽ ഇതിൻ്റെ ടെൻഷനൊക്കെ അങ്ങ് മാറിക്കൊള്ളുന്നതാണ്. ഇവൻ പറയാണ്, എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കളും ഇപ്പോൾ. അപ്പോൾ എന്താ വിഷയം എന്നറിയാം. ഇവൻ്റെ ഭാര്യയുടെ അനുജത്തിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവനേക്കാൾ കുറച്ച് പൈസക്കാരനായ ഭർത്താവിനെ അവൾക്ക് കിട്ടിയത് അനുജത്തിക്ക്. അപ്പോൾ തന്നെ ഈ വൈഫിൻ്റെ സ്വഭാവമൊക്കെ മാറി. ഇവൻ്റെ പഴയ സ്റ്റൈലിലുള്ള ജീവിതം ഒന്നല്ല, ഇപ്പോൾ ഒക്കെ അടിച്ചുപൊളി ജീവിതത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവന് കിട്ടുന്ന ശമ്പളം മതിയാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അനുജത്തിയുടെ ഭർത്താവ് നല്ല പൈസക്കാരനാണ്, അവൻ്റെ അടുത്ത് വണ്ടിയുണ്ട്, പിന്നെ ഫുൾ ട്രിപ്പാണ്, ടൂറ്, അങ്ങനെ പല അടിച്ചുപൊളിയും. പിന്നെ വെച്ചാൽ ഇവളെ വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഫുൾ ആഡംബരമായിട്ടാണ് വരുന്നത്. പൈസ ഉള്ള ആളുകളല്ല. അപ്പോൾ ഇതുപോലെ ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. കുടുംബത്തിലെ കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല നല്ല ഡ്രസ്സ് വേണം, പിന്നെ പുറത്തുള്ള കല്യാണത്തിന് വരുമ്പോൾ നല്ല ഡ്രസ്സ് വേണം. അങ്ങനെ ടോട്ടൽ ഇവനിപ്പോൾ ഈ 1500 ശമ്പളം കൊണ്ട് ഇവന് മതിയാകുന്നില്ല. ഭാര്യയാണെങ്കിൽ ഇവൻ്റെ ശമ്പളത്തിൻ്റെ ഒരു കണക്ക് വെച്ചിട്ടല്ല ചിലവഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇവൻ ആകെ ടെൻഷനിലിപ്പോൾ നാട്ടിൽ പോകാതെ നിൽക്കുകയാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് നാട്ടിൽ പോയിട്ടില്ല, 2.5 വർഷമാകാനായി. സാധാരണ കൊല്ലത്ത് പോകുന്ന ആളാണ്. അപ്പം ഈ ഒരു വിഷയമാണ് ഇത്. പല സ്ത്രീകളിലുള്ള ഒരു അസുഖമായത്. അനുജത്തിയുടെ കല്യാണം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞാലൊക്കെ അവരെ വീട്ടുകാരെ താരതമ്യപ്പെടുത്തിക്കൊണ്ട്, നീ നിൻ്റെ ഭർത്താവിന് എത്ര ശമ്പളമുണ്ട്, അവർക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആദ്യം ചിന്തിക്കണം. വെറുതെ ഈ പ്രവാസ ലോകത്ത് കിടക്കുന്ന ഭർത്താക്കന്മാരെ ഇതുപോലെയുള്ള ഓരോ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടുപ്പിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പ്രവാസ ലോകത്ത് ഒരുപാട് ആൾക്കാർ അസുഖങ്ങളൊക്കെ പിടിച്ച് നാട്ടിലേക്ക് വരാനുള്ള കാരണം നിങ്ങളെപ്പോലെയുള്ള ഭാര്യമാരായിരിക്കും. അവരെക്കൊണ്ട് കഴിയില്ലാത്ത, അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ ഇതൊക്കെ വരുന്നത്.